വിശദമായ വാർത്തയിലേക്കാണ്. ഫുട്ബോൾ ലോകത്തെ ഈ വർഷത്തെ മികച്ച താരത്തിനുള്ള ബാലൻ ഡ്യോർ പുരസ്കാരം PSG താരം ഒസ്മാൻ ഡെംബലയ്ക്ക്. 35 ഗോളുകളും 16 അസിസ്റ്റുകളും സ്വന്തമാക്കിയാണ് ഡെംബലയുടെ നേട്ടം. ബാഴ്സലോണയുടെ എറ്റാന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നുണ്ട്. രഞ്ജിൽ, എല്ലാ ഫുട്ബോൾ ഇതിഹാസങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ബാലൻ ഡ്യോർ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. PSG താരം ഒസ്മാൻ ഡെംബലയാണ് ഈ വർഷത്തെ പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. കാർത്തു സൂചിപ്പിച്ച പോലെ തന്നെ മികച്ച ഫുട്ബോൾ താരമായി ഒസ്മാൻ ഡെംബലയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ വർഷത്തെ ബാലൻ ഡ്യോർ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഇത് അർഹിച്ച വിജയം എന്ന് തന്നെയാണ് മറ്റ് അധികൃതർ അല്ലെങ്കിൽ മറ്റ് കളിക്കാരും അതുപോലെ തന്നെ മത്സരാർത്ഥികളൊക്കെ തന്നെ പറയുന്നത്. കാരണം ഈ ഒരു സീസണിൽ 35 ഗോളുകളും 16 അസിസ്റ്റും നേടിയാണ് ഡെംബലയുടെ ഈ ഒരു നേട്ടം. അതേപോലെ തന്നെ ലാമിൻ യാമലയെ തട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റിയാണ്, പിന്തള്ളിയാണ് ഈ ഒരു ഡെംബലയുടെ ഈ ഒരു പുരസ്കാരം നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ PSG ആണ് മികച്ച ഫുട്ബോൾ ക്ലബ്ബായി പുരുഷ ക്ലബ്ബായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. PSG-യുടെ പരിശീലകനെ മികച്ച പരിശീലകനായി ഈ ഒരു വീക്ക്മൻ എൻട്രിക്കിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇത്തരത്തിൽ PSG-ക്ക് ഒരു വമ്പൻ നേട്ടമാണ് ഈ ഒരു പുരസ്കാര നിറവിൽ ലഭിച്ചിരിക്കുന്നത്. മികച്ച പുരുഷ ക്ലബ്ബ്, മികച്ച പരിശീലകൻ, മികച്ച താരം തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങളാണ് ഇത്തവണ PSG-ക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച വനിതാ ഫുട്ബോളറായി ഐറ്റാന ബോൺമാറ്റിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് 3ാം തവണയാണ് ഐറ്റാന ബോൺമാറ്റിക്ക് മികച്ച വനിതാ താരമായി ബാലൻ ഡ്യോർ ലഭിക്കുന്നത്. അതേപോലെ തന്നെ ലാമിൻ യാമലിന് മികച്ച യുവതാരമായി പുരസ്കാരം ലഭിച്ചിരിക്കുന്നു തുടങ്ങി ഒട്ടനവധി അവാർഡുകളാണ് ഈ ഒരു ബാലൻ ഡ്യോർ പുരസ്കാരത്തിൽ ലഭിച്ചിരിക്കുന്നത്. പാരീസിലാണ് ഈ ഒരു ചടങ്ങ് നടന്നത്. റൊണാൾഡീനയാണ് ഇത്തരത്തിൽ മികച്ച താരത്തിനുള്ള ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുന്നത്. പുരസ്കാരം നൽകിയത് റൊണാൾഡീനെയാണ്. ഏറ്റുവാങ്ങി ഈ ഒരു ഡെംബല ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങി. ഈ ഒരു പുരസ്കാരത്തിന് പിന്നാലെ അല്ലെങ്കിൽ ഈ ഒരു നേട്ടത്തിന് പിന്നാലെ മികച്ച ഒരു അർഹിച്ച വിജയം എന്ന തരത്തിലാണ് മറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഡെംബല ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സീസണിലെ പ്രകടനം എടുത്തു നോക്കിയാൽ പുരസ്കാരത്തിന് മറ്റാരെ എന്നൊരു ചോദ്യം ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു മറ്റാരെയും ഇതിനെ റീപ്ലേസ് ചെയ്യാനില്ല എന്നൊരു തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അദ്ദേഹം ഇതിന് അർഹനായിരുന്നു, പൂർണ്ണമായും അർഹിച്ച ഒരു വിജയം തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളും അതേപോലെ തന്നെ മറ്റ് കളിക്കാരും അല്ലെങ്കിൽ മറ്റ് മത്സരാർത്ഥികളൊക്കെ തന്നെ ഇതിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം 8 തവണ പുരസ്കാരം നേടിയ ലയണൽ മെസ്സിയും അതുപോലെ തന്നെ 5 തവണ പുരസ്കാരം ഏറ്റുവാങ്ങിയ റൊണാൾഡോയും ഇത്തവണ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും ഇത്തവണത്തെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. മറ്റ് ബാക്കി ഉള്ള പട്ടികയുടെ ഈ ഒരു അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മറ്റ് മത്സരാർത്ഥികളുടെ അല്ലെങ്കിൽ പ്ലെയർമാരുടെ ഒരു അവരുടെ മത്സരങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഡെംബലയ്ക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 100 കായിക മാധ്യമപ്രവർത്തകരുടെ വോട്ടിങ്ങിലൂടെയാണ് ഇത്തരത്തിൽ ജേതാവിനെ അവർ തിരഞ്ഞെടുത്തത്. എന്തായാലും തുടർച്ചയായി 3ാം തവണ ഐറ്റാന ബോൺമാറ്റിക്ക് മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരവും അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഡെംബലയ്ക്ക് മികച്ച പുരുഷ താരത്തിനുള്ള ഒരു പുരസ്കാരവും ലഭിച്ചിരിക്കുകയാണ്. PSG-ക്ക് വൻ നേട്ടമാണ് ഈ ഒരു പുരസ്കാര നിറവിൽ ലഭിച്ചിരിക്കുന്നത്. മികച്ച പരിശീലകൻ, മികച്ച പുരുഷ ക്ലബ്ബ്, അതേപോലെ തന്നെ മികച്ച താരം തുടങ്ങിയ അവാർഡുകളൊക്കെ തന്നെ PSG-ക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മികച്ച വനിതാ ക്ലബ്ബായി ആഴ്സണലിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നിരവധി അവാർഡുകളാണ് ഈ ഒരു പുരസ്കാര നിറവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാർത്തു, ശരി. ഫുട്ബോൾ ലോകത്തെ ഈ വർഷത്തെ മികച്ച താരത്തിനുള്ള ബാലൻ ഡ്യോർ പുരസ്കാരം PSG താരം ഒസ്മാൻ ഡെംബലെ സ്വന്തമാക്കിയിരിക്കുകയാണ്. 35 ഗോളുകളും 16 അസിസ്റ്റുകളും സ്വന്തമാക്കിയാണ് ഡെംബലയുടെ ഈ നേട്ടം ഉണ്ടായിരിക്കുന്നത്. ബാഴ്സലോണയുടെ തന്നെ ഐറ്റാന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരമായും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.